വിസയ്ക്ക് അപ്ലൈ ആക്കി എനിക്ക് മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നപ്പം തൊട്ടേ എനിക്ക് ടെൻഷനായിരുന്നു. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് മെഡിക്കലിന് പോയപ്പോഴത്തേനും അവിടെ തുടങ്ങി കേട്ടോ എൻ്റെ കഷ്ടകാലം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഷ്ടകാലം പിടിച്ചൊരു മെഡിക്കൽ സ്റ്റോറിയാണേ. ഞാനും അനിയത്തിയും എൻ്റെ ആങ്ങളെയുമായിട്ടായിരുന്നു കേട്ടോ നമ്മൾ മെഡിക്കലിന് കൊച്ചിയിലോട്ട് പോയത്. കൊല്ലത്തുനിന്ന് ട്രെയിൻ ബുക്കാക്കിയാണ് പോയത്. ഇറങ്ങിയ സമയം വളരെ നേരത്തെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തായാലും ആ ട്രെയിൻ മിസ്സായി. ഒന്നും കൊണ്ട് പേടിക്കേണ്ട, നിങ്ങളെ കൃത്യസമയത്ത് കൊച്ചിയിൽ എത്തിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ ആങ്ങളെ ഞങ്ങളെ ഏതോ ഒരു ട്രെയിനിൽ വലിച്ചു കയറ്റി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് മെഡിക്കലിന് പോയിട്ട് ഒരു കള്ളവണ്ടിയും ഞാൻ കയറി. അങ്ങനെ വണ്ടിയിൽ കയറി ഒന്ന് ശ്വാസം വിട്ട് സമാധാനത്തിൽ ഇരുന്നപ്പോഴായിരുന്നു ദേവദൂതനെ പോലെ ടി വന്നിട്ട് 1000 രൂപ ഫൈൻ അങ്ങ് തന്നത്. പ്രസാദം കൈപ്പറ്റുന്ന പോലെ ഞങ്ങൾ അത് കൈപ്പറ്റി അവിടെ അനങ്ങാതിരുന്നു. കാരണം ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. അങ്ങനെ കഷ്ടാലം ഒക്കെ ഒഴിഞ്ഞെന്നും പറഞ്ഞ് സമാധാനിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ നിന്നായിരുന്നു സത്യം പറഞ്ഞ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങോട്ട് മൊത്തം കഷ്ടകാലമായിരുന്നു. 8 മണിക്ക് കൊച്ചിയിൽ എത്തേണ്ട ട്രെയിൻ എവിടെയോ പിടിച്ചിട്ടിട്ട് 8:30 ആയപ്പോഴായിരുന്നു എത്തിയത്. പിന്നെ എങ്ങനെയൊക്കെയോ മെട്രോയിൽ കയറി ഞങ്ങൾ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് പകരം വേറെ ഏതോ സ്റ്റോപ്പിൽ ഇറങ്ങി. പിന്നെ അവിടെ നിന്ന് ഓട്ടോ പിടിച്ചാണ് കേട്ടോ QVCയിൽ വന്നത്. ഇതും കൂടെ ആയപ്പോൾ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഇന്ന് എന്തായാലും മെഡിക്കൽ നടക്കത്തില്ലെന്ന്. പക്ഷെ ഞങ്ങളുടെ ആങ്ങളെ ഞങ്ങളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ടൈമിന് അവിടെ എത്തിക്കുമെന്ന്. ആള് പറഞ്ഞതുപോലെ 8:59 ആയപ്പോൾ എന്നെ അവിടെ എത്തിച്ച്. പിന്നെ ഓടി പിടിച്ച് സെക്യൂരിറ്റിയുടെ അടുത്ത് നിന്ന് എന്തായാലും ഡോക്യുമെന്റ്സ് ഒക്കെ അവിടെ കൊടുത്തപ്പോൾ ഒന്ന് ശ്വാസം നേരെ വീണു. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് അവിടെ എൻട്രി ചെയ്തപ്പോഴത്തേനും ഞാൻ ഉദ്ദേശിച്ച് ഇനിയുള്ള കാര്യങ്ങളെല്ലാം സ്മൂത്ത് ആയിരിക്കുന്നു. പക്ഷേ യഥാർത്ഥ കളി അവിടെ തുടങ്ങിയതേ ഉള്ളായിരുന്നുള്ളൂ. QVCക്കാരനെ എങ്ങനെയാണ് വലപ്പിച്ചത്, എനിക്ക് എന്തൊക്കെ പണിയാണ് കിട്ടിയത്, അതുപോലെ തന്നെ മെഡിക്കലിന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊണ്ടുപോകണം, പ്രൊസീജിയർ എന്തൊക്കെയാണെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ അക്കൗണ്ട് ഒന്ന് ഫോളോ ആക്കിയിട്ടേ അടുത്ത പാർട്ടിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ അതുവരെ ബൈ.